ഞങ്ങളൊക്കെ വെക്കേഷന് റോഡ് സൈഡിൽ കടയൊക്കെ ഇട്ട് കച്ചവടം തുടങ്ങി. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ മൈൻഡൊന്നുമില്ല. ഇത്രയും ഒരു വണ്ടി ഓടിക്കുന്നത് ഒരു വലിയൊരു കടയിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ വീട് എടുത്തോണ്ട് പോയാൽ ശരിയായിട്ടില്ല. ഫോണിൻ്റെ ചാർജിങ് തീരും. ഞാൻ പറഞ്ഞില്ല, ഈ വഴി അടിപൊളിയാണ്. ഇത് നല്ല തണുപ്പും അധികമായിട്ടൊരു വണ്ടിയുടെ ശല്യമില്ല. രണ്ട് കുട്ടിപ്പട്ടാളങ്ങളുടെ കടമുണ്ട്. ഇവിടെ വണ്ടി വെക്കാം. എടുത്തോ. ഗൂഗിൾ പേ ഉണ്ടോ? എത്രയല്ലേ പഠിക്കണേ? ഞാനാണെങ്കിൽ വരുന്ന വഴിക്ക് പിള്ളേരൊന്നും കടയില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങ് വരുമായിരുന്നു. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടനോ അനിയനാണോ? രണ്ടിനെയും കാണാൻ ഏകദേശം ഒരേപോലെ ഇരിപ്പുണ്ടല്ലോ. വയനാട് വരുന്നോ? അങ്ങനെ പിള്ളേരുടെ ഒന്ന് ജ്യൂസ് കുടിച്ച് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് വേറൊരു ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ പുള്ളി പിള്ളേരുടെ അടുത്ത് ചോദിച്ചു, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്, ഈ പൈസയൊക്കെ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞൊരു ഉത്തരവുണ്ട്, അടുത്ത മാസം ക്ലാസ് തുടങ്ങുമല്ലോ, അപ്പം ബാഗും ബുക്കൊക്കെ മേടിക്കാൻ നേരത്തെ ഈ പൈസ എടുക്കാമല്ലോ. എനിക്ക് എന്തായാലും അവന്മാരെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. വീട്ടുകാരെ സഹായിക്കണം എന്നുള്ള അവന്മാരുടെ ഒരു മനസ്സുണ്ടല്ലോ, എല്ലാ പിള്ളേർക്കൊന്നും അത് ഉണ്ടാവത്തില്ല. പണ്ട് ഞങ്ങളും ഇതേപോലെ കടയൊക്കെ ഇട്ടിരിക്കാൻ നേരത്ത് ബൈക്കിലൊക്കെ ചേട്ടൻ ചേച്ചിമാരൊക്കെ വരാൻ നേരത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, അല്ല നമ്മളിങ്ങനെ ആഗ്രഹിക്കും, കുറേ കാലം കഴിയുമ്പോൾ ഇതേപോലെ ഒരു ബൈക്കൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോകണമെന്ന്. എന്തായാലും ഇപ്പം നടന്നു.